നമ്മൾ എക്സാംസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് പൊതുവെ ഈസി എക്സാംസും മോഡറേറ്റ് എക്സാംസും അതുപോലെ തന്നെ ടഫ് എക്സാംസ് ഉണ്ടാകാറുണ്ട്. ഈസി, മോഡറേറ്റ്, ടഫ് പേപ്പേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇതിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഈസി പേപ്പർ ആവണേ എന്നാണ് എഴുതുന്ന സമയത്ത്. പക്ഷേ കട്ട് ഓഫ് വരുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലാണ്. കാരണം ഈസി എക്സാം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് അറിയാം എന്നതാണ് ഈസി എക്സാംസിൻ്റെ പ്രത്യേകത അല്ലേ? കാരണം ഇപ്പോൾ 100 ചോദ്യം ഉണ്ടെങ്കിൽ ഒരു 65ഓളം ചോദ്യം എല്ലാവർക്കും ഉത്തരം കൃത്യമായി അറിയുന്നതാണെങ്കിൽ അത് കട്ട് ഓഫിനെ വല്ലാതെ ഉയർത്തുന്നുള്ളത് ഈ കഴിഞ്ഞ 10th പ്രിലിംസിൻ്റെയൊക്കെ കട്ട് ഓഫ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. അപ്പം പൊതുവെ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് പരീക്ഷകൾ എഴുതുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉത്തരങ്ങൾ കുറവായിരിക്കും. 40 എണ്ണം ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, അല്ലെങ്കിൽ 35 എണ്ണം അറിയാവുന്ന ഉത്തരങ്ങളായിരിക്കും. ഇത് ഒരു കണക്കിന് കട്ട് ഓഫിനെ താഴ്ത്തും. മാത്രമല്ല ഒരു ഫെയർ കോമ്പറ്റീഷൻ ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു കഷ്ടപ്പെട്ട 50 to 60 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ടഫ് എക്സാമിൽ കിട്ടിക്കഴിഞ്ഞാൽ കയറാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് നമ്മളൊരു 90 കിട്ടിയാലേ കയറുള്ളൂ, അല്ലെങ്കിൽ 85 കിട്ടിയാലേ പ്രിലിംസ് കയറുള്ളൂ എന്നാണെങ്കിൽ നമുക്കറിയാവുന്ന ഉത്തരങ്ങളൊക്കെ കൂടുതലായിരിക്കും. പക്ഷേ ഈ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ മതിയാവില്ല ഒരു പ്രിലിംസ് കട്ട് ഓഫ് കയറാൻ. കാരണം അത്രയധികം പെർഫോം ചെയ്യുന്നവരുടെ എണ്ണവും അതുപോലെ തന്നെ കിട്ടുന്നവരുടെ ഈ പറയുന്ന മാർക്ക് അറ്റൈൻ ചെയ്തവരുടെ എണ്ണവും കൂടുതലായിരിക്കും. അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും ടഫ് എക്സാംസ് അല്ലെങ്കിൽ മോഡറേറ്റ് എക്സാംസാണ് കുറച്ചുകൂടെ നമുക്ക് ബെനിഫിഷ്യൽ ആവുന്നത്. കാരണം ഈസി എക്സാംസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈസി ആയിട്ടുള്ള എക്സാം ആണെന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തിൽ എഴുതുന്ന എക്സാംസ് ഒക്കെ ആണെങ്കിൽ ബിഗിനേഴ്സിന് ഈ പറഞ്ഞ 90 കട്ട് ഓഫ് വന്നാൽ അല്ലെങ്കിൽ 85 കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും കയറാനുള്ള സാധ്യത കുറയും. കാരണം അപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കുറയും. കാരണം 85 or 90 ഒരു പ്രിലിമിനറി എക്സാമിന് എഴുതിയാൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കുറേയും കൂടി ഒരു ഹയർ സൈഡാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും ഈസി എക്സാം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു പ്രശ്നം കട്ട് ഓഫ് അല്ലെങ്കിൽ റിസൾട്ട് നിശ്ചയിക്കുന്ന സമയത്ത് ഉണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മോഡറേറ്റ് ടഫ് എന്ന് പറയുന്ന ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടാണ്. കാരണം നമുക്ക് കുറച്ചും കൂടി ഒരു സാധ്യതയുണ്ട്. കാരണം അറിയാവുന്ന ചോദ്യങ്ങൾ മെജോറിറ്റി ആൾക്കാർക്ക് കുറവായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ ഈസി ടഫ്നെസ് കമ്പാരിസൺ എന്ന് പറയുന്നത്, ഈസി അല്ലെങ്കിൽ ടഫ് എന്ന കമ്പാരിസൺ വരുന്നത് ഇപ്പോൾ 3 സ്റ്റേജിലും 3 സ്റ്റേജിലുള്ള ഒരു എക്സാമിൽ 3 ഒരുപോലെ വന്ന ആളാണ് കേട്ടോ. കാരണം 3 ഇപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ സ്റ്റേജുകളിൽ ഒരുപോലെ ടഫ്നെസ്സോ ഈസിനെസ്സോ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാരാമീറ്റേഴ്സ് അളക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇതിനെക്കൊണ്ട് കാര്യമില്ല. മാത്രമല്ല ചില സംശയങ്ങൾ വരും, എന്തുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് ഈസിയായി, സെക്കൻഡ് സ്റ്റേജ് ടഫായി. അപ്പോൾ അത് ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എല്ലാം ഒരുപോലെ ആണെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ആപ്ലിക്കബിൾ ആവുന്നത്.